അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാജ്യവ്യാപകമായി ഗർഭഛിദ്രത്തിന് ബലമേകുന്ന നിയമത്തെ പിന്തുണയ്ക്കുമെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. താൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഗർഭഛിദ്രത്തിന് അനുകൂലമായ രാഷ്ട്രീയക്കാരുടെ കോൺഗ്രസ് ആണെങ്കിൽ US സുപ്രീം കോടതി റദ്ദാക്കിയ ദേശസാൽകൃത ഗർഭഛിദ്ര മാനദണ്ഡങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിനം സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ബൈഡൻ പറഞ്ഞു. ഭ്രൂണഹത്യ അവകാശത്തെ അട്ടിമറിക്കാൻ വോട്ട് ചെയ്ത് 6 സുപ്രീം കോടതി ജസ്റ്റിസുമാരിൽ 3 പേരെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നിയമിക്കുകയായിരുന്നുവെന്ന് ബൈഡൻ വിമർശിച്ചു. തൻ്റെ ഭരണകാലയളവിൽ ഭ്രൂണഹത്യക്കെതിരെ ശക്തമായി നിലകൊണ്ട പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്. കടുത്ത ക്രൈസ്തവ വിശ്വാസിയും പ്രോ ലൈഫ് പ്രവർത്തകയുമായ ആമി കോണി ബാരറ്റ് ഉൾപ്പെടെയുള്ളവരെ US സുപ്രീം കോടതി ജസ്റ്റിസായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഭ്രൂണഹത്യയ്ക്ക് വലിയ സാധ്യതയുണ്ടായിരുന്ന ബില്ലുകളിൽ ഭേദഗതി നടത്തിയും പ്രോ ലൈഫ് കേന്ദ്രങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ട്രംപ് വലിയ ഇടപെടലുകൾ നടത്തിയിരുന്നു. എന്നാൽ 2021 ജോ ബൈഡൻ അധികാരമേറ്റെടുത്തതു മുതൽ കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. ഭ്രൂണഹത്യയെ പിന്തുണയ്ക്കുന്ന വലിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. സ്വയം കത്തോലിക്ക വിശ്വാസിയായി അവകാശപ്പെടുന്ന ബൈഡൻ സ്വീകരിച്ച പല നടപടികളെയും അപലപിച്ച് അമേരിക്കൻ കത്തോലിക്ക സഭ തന്നെ രംഗത്ത് വന്നിരുന്നു. 2022 സ്വവർഗ വിവാഹത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന ബില്ലിൽ ജോ ബൈഡൻ ഒപ്പുവെച്ചതും വ്യാപക വിമർശനത്തിന് കാരണമായി. ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ജോ ബൈഡനെ അപലപിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബൈഡനും ട്രംപും ഏറ്റുമുട്ടുമ്പോൾ പ്രോ ലൈഫ് പ്രവർത്തകരുടെ പിന്തുണ ട്രംപിനായിരിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.